നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരനാണ് ഇന്ന് നമ്മുടെ ചർച്ച. കെജ്രിവാൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഒരു ചെറിയൊരു ജയിൽവാസമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു കാര്യം വളരെ തീർത്ത് ANI ചാനലിനോട് പറഞ്ഞു. കേജ്രിവാളിന് സുപ്രീം കോടതി എന്തോ ഒരു ഇളവ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ബെയില് കിട്ടേണ്ട ഒരു കേസല്ല, ഇതൊരു ഇന്ററിം ബെയിലാണ്. പക്ഷെ കേജ്രിവാളിനോട് അവര് വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പും പലരും പല ആർട്ടിക്കിളിലും മറ്റുമൊക്കെ മെൻഷൻ ചെയ്ത ഒരു സംഗതിയാണ്. അപ്പൊ കേജ്രിവാൾ ഭാഗ്യവാനാണ് ആ കാര്യത്തില്. കാരണം എങ്ങനെ നോക്കിയാലും ഇങ്ങനെ ഒരു ജാമ്യം കിട്ടാൻ പറ്റില്ല. കാരണം വേറെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി സോറൻ, അയാള് ഇതുപോലത്തെ ഒരു കേസാണ്. അയാള് രാജിവെച്ചു, കേജ്രിവാൾ രാജിവെച്ചില്ല. രാജിവെച്ചിട്ട് അയാള് ഇതുപോലത്തെ ഇതേ ദിവസം തന്നെ കേജ്രിവാളിന്റെ കേസിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു. അപ്പൊ സുപ്രീം കോടതി എന്താണ് തീരുമാനിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പൊ കേജ്രിവാൾ ഇങ്ങനെ പുറത്തു ഇങ്ങനെ ഒരു BJPക്ക് ഇട്ട ഒരു പണി കൊടുക്കാനുള്ള ഇതായിട്ടാണെന്ന് തോന്നുന്നു നടക്കുന്നത്. കാരണം ആദ്യം അങ്ങേര് പറഞ്ഞത് BJP 75 വയസ്സ് നിയമം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ BJPയുടെ ഭരണഘടനയിലുണ്ട്. അതുകൊണ്ട് 1 കൊല്ലം കഴിഞ്ഞാൽ മോദി സ്ഥാനമൊഴിഞ്ഞ് അമിത്ഷാ ആയിരിക്കും മുഖ്യമന്ത്രി. മോദി വോട്ട് ചോദിക്കുന്നത് തന്റെ സുഹൃത്തായ അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ ഏതായാലും ഒരു കാര്യം തന്നെ പറഞ്ഞോളൂ. ഒരു കാര്യം ഉറപ്പായല്ലേ, BJP ഭരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ലല്ലോ. പിന്നെ അതിലവിടെ സംശയമില്ലല്ലോ. കേജ്രിവാൾ പറഞ്ഞിട്ടൊന്നും അറിയണ്ടല്ലോ. കേജ്രിവാൾ കോൺഗ്രസിന് കൊടുത്തൊരു മെസ്സേജ് ആണിത്. BJP തന്നെയാണ് തിരിച്ചു വരുന്നത്, നിങ്ങളൊന്നും ഈ അടുത്ത കാലത്തൊന്നും നോക്കണ്ടാന്ന്. അങ്ങനെ വല്ല പരിപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കലത്തുനിന്ന് മാറ്റിക്കൊള്ളാനുള്ള ഒരു സൂചനയായിരുന്നു. കേജ്രിവാളിനെ പറ്റി പണ്ട് തന്നെ ഒരു വളരെ പ്രശസ്തനായ ഒരു സീനിയർ എഡിറ്റർ ഒരു കാര്യം പറഞ്ഞില്ല. കാരണം ഹി പ്രൊമോട്ട്സ് അനാർക്കി. ശരിക്ക് അതുപോലത്തെ കാര്യങ്ങളാണ് അങ്ങേര് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ റോട്ടിലിരുന്ന് സത്യാഗ്രഹം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അതൊക്കെ കുറച്ചൊരു മയം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ബേസിക്കലി ഹീസ് ആൻ അനാർക്കിസ്റ്റ്. ഒരു ചീഫ് മിനിസ്റ്റർ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധം പോലും ഇല്ല. പിന്നെ ഈ വലിയ ആദർശമൊക്കെ പറയുന്ന ആള് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോ ഇതിനു മുമ്പ് രാഷ്ട്രീയക്കാര് ചെയ്തതൊക്കെ ഇങ്ങനെ ഒരു കേസ് വന്ന് ഒരു ഇത് വരുമ്പോ രാജിവെച്ചിട്ടാണ് അതിനെ നേരിടുന്നത്. ഇത് രാജിവെക്കില്ല എന്ന് വളരെ വേറൊരു ഇത് പറയുന്നത്, ഹരിയാനയിൽ പോയിട്ട് ക്യാമ്പയിൻ ചെയ്തു ഇയാള്. ഹരിയാനയിൽ പോയിട്ട് പ്രചരണം നടത്തുമ്പോൾ ഇയാൾ പറയുന്നത്, ഞാനിപ്പോ കണ്ടില്ലേ, ഡൽഹിയിൽ കണ്ടില്ലേ, ഞാൻ ഇത്ര യൂണിറ്റ് പവർ ഫ്രീ ആണ്, അതിലും കൂടുതൽ സംഗതികൾ നമുക്ക് തരാം. പിന്നെ അതുപോലെ അവിടെ പറഞ്ഞത് കർഷകരെ ഹരിയാന ഗവൺമെന്റ് ഡൽഹിയിലേക്ക് വിട്ടില്ല സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ 10 സീറ്റും ഹരിയാനയിലെ 10 സീറ്റും, 1 സീറ്റ് ആപ്പും ബാക്കി 9 സീറ്റ് കോൺഗ്രസുമാണ്. അവരവിടെ യോജിച്ചിട്ടാണ് മത്സരിക്കുന്നത് ഫോർ എ ചേഞ്ച്. പഞ്ചാബിലില്ല, ഹരിയാനയിലും ഡൽഹിയിലും ഒരുമിച്ചിട്ടാണ് ഇന്ത്യ അലയൻസ്. അതാണല്ലോ ഇന്ത്യ അലയൻസ്. അപ്പൊ അവിടെ പോയിട്ട് അതാ പറയുന്നത്, ഈ കർഷകരോട് പറയുന്നത് നിങ്ങളെ കൂടെ ഞാനുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം ഇയാളുടെ ഈ പഞ്ചാബിലെ ഈ ഖാലിസ്ഥാനികളുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെയൊക്കെ ക്ലിയർ ആണ്. ഇയാളുടെ രാജ്യസഭാ MP രാജീവ് ചഡ്ഡ ഇപ്പൊ ലണ്ടനിലാണ് ഒരു കണ്ണിന്റെ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട്. അയാൾ അവിടെ പോയ സമയത്ത് തന്നെ ഒരു ആന്റി ഇന്ത്യ, അതായത് ഭാരതത്തിനെതിരെ വിദ്വേഷം വിളമ്പുന്ന ഒരു അവിടുത്തെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന്റെ കൂടെയുള്ള ചിത്രങ്ങളും അവരെന്തിനാണ് മീറ്റ് ചെയ്തതെന്നും അതിനൊരു വിശദീകരണമൊന്നും വന്നിട്ടില്ല ആപ്പെന്ന്. അപ്പൊ ഇയാളുടെ ആ ബന്ധങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. അപ്പൊ ഈ ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും ഹരിയാനയിലൊക്കെ ഇയാൾ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇയാൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഈ കേജ്രിവാളിന് ജൂൺ 1-ാം തീയതി വരെയാണ് ബെയില്. ഇങ്ങനെ അവിടെ പറഞ്ഞൊക്കെ നോക്കി ഇങ്ങനെ റിസൾട്ടൊക്കെ വന്നിട്ട് ഇയാളൊന്ന് ആഘോഷിച്ചിട്ടൊക്കെ കോടതി പറഞ്ഞു അതിൻ്റെ ഒന്നും
ക്യാമ്പയിൻ ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ തിരിച്ച് 2-ാം തീയതി ഇവിടേക്ക് തന്നെ വരണം എന്നാണ്. പിന്നെ അതുപോലെ ഇതിനൊക്കെ ഇടയിൽ ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ ഇയാള് അവിടെ പുറത്ത് കിടക്കാൻ നടത്തുന്ന ബഹളമൊന്നും പോരാനില്ല. ഡൽഹി ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ വെച്ചിട്ട് ആപ്പിന്റെ തന്നെ രാജ്യസഭാ മെമ്പർ സ്വാതി മലിവാൾ എന്നാണ് അവരുടെ പേര്. അവരെ ആക്രമിച്ചു. അത് കേജ്രിവാളിന്റെ PA. അവിടുന്ന് ഒരു പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊടുത്ത കോളില് അവര് വന്നപ്പോ അവര് പറഞ്ഞ എന്താ വെച്ചാല് ചീഫ് മിനിസ്റ്ററുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരുന്നു അടിച്ചത്. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷെ അതിലിടയ്ക്ക് അവർക്ക് ചില ഫോൺ കോളൊക്കെ വന്നിട്ട് ചുരുക്കം പറഞ്ഞാൽ അവര് കംപ്ലൈന്റ് ഫയൽ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് വേറെ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേജ്രിവാൾ ഇതിനെപ്പറ്റി ഒരൊറ്റ വാക്ക് മിണ്ടിയിട്ടില്ല. ഇന്നിപ്പോ ആ സ്ത്രീ എവിടെയാണെന്ന് അറിയില്ല. മീഡിയ മുഴുവൻ തപ്പുന്നുണ്ട്. അവരുടെ വീട്ടിലില്ല എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് സ്ഥലം വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ കേജ്രിവാലൻ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയും ഒരു 3 ഫേസ് ഇലക്ഷൻ ബാക്കിയുള്ള ഒരു സമയത്ത് ഈ കേജ്രിവാളിന്റെ ഈ കളികൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിര് വിട്ടതാണെന്ന് പറയാതിരിക്കാം. അയാൾക്ക് അതിര് വിടാലോ. കാരണം വെച്ചാൽ ഇനിയും 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അകത്തേക്ക് തന്നെ പോകാനില്ലതാണല്ലോ. സ്വന്തം തറവാട്ടിലേക്ക് തന്നെ മടങ്ങി പോകാൻ വിധിക്കപ്പെട്ടു. എന്തും പറയാലോ. അവസാന ശ്വാസം ഇങ്ങനെ വലിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വെന്റിലേറ്റർ കൊണ്ട് എടുക്കാനില്ല ലെവലിൽ നിൽക്കുന്നതാണ് അയാള്. അപ്പൊ ആ സമയത്ത് എന്തും പറയാ, എന്തും ചെയ്യാ. ഏതായാലും പോകുന്ന പോക്കിൽ എന്തും പറയാതില്ല തരത്തിലാണ് ഇപ്പൊ അയാളെ കഥ ഇല്ലത്. അയാൾക്കല്ലാണ്ട് വേറെ ഒരു നയങ്ങളും ഇല്ലാത്ത മനുഷ്യനാണെന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ. അയാൾ എങ്ങനെയും അയാൾക്ക് എവിടുന്നോ പണ്ട് കാലത്ത് തന്നെ എവിടുന്നോ ഫണ്ടിങ്ങും ഈ ഡൽഹി പിടിച്ചെടുക്കാനും ഇതിന് വേണ്ടിയിട്ടില്ല സമരങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടില്ല ബാക്കിംഗ് എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പഠിച്ച കള്ളനാണ് അയാൾ. കാരണം അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു വലിയ മഹാനാണ് അയാൾ. അയാളൊരു ഗാന്ധിയനാണ്. അയാളൊരു ഗാന്ധിയൻ സമരങ്ങൾ മഹാരാഷ്ട്രയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അയാൾ. അയാൾ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളായിരുന്നു. അയാൾ ഈ ചെയ്ത അഴിമതിക്ക് എതിരെയുള്ള ആ സമരങ്ങളൊക്കെ അയാൾ മഹാരാഷ്ട്രയിൽ തന്നെ ചെയ്യണം എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ ബാക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അതിന് ടിവികളും കവറേജും കാര്യങ്ങളൊക്കെ കിട്ടി ആ ഒരു സംഭവം ആവുമ്പോൾ ഇയാളെ ബാക്ക് ചെയ്യുന്ന ആൾക്കാർ കൊടുത്ത ഐഡിയ. ആ ഐഡിയയിലാണ് അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ആ പാവം നമ്മളെ മന്ത്രം അവിടെ കൊണ്ടുവന്നിരുത്തി ഈ സമരങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിന് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്കാരെല്ലാവരും അന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് കൂടി ഉണ്ടായിരുന്നു. കാരണം അഴിമതിക്ക് എതിരെ ഉള്ള സമരമാണ്. ഈ അഴിമതിക്കെതിരെ ഉള്ള സമരം പ്രതിപക്ഷമൊക്കെ അവിടെ എങ്കിൽ അവരൊക്കെ ഈ അഴിമതിക്കാരെ കൂടെയാണെന്നുള്ള ഒരു റൈറ്റിംഗ് വരും അത്. അപ്പൊ അതുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും പല NGOകളും ഒക്കെ ഈ കെജ്രിവാളിന്റെ നാടകത്തിന്റെ ആ ഒരു ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതുകൂടാതെ RSS പോലും അന്ന് ആ സമരത്തെ പോയിട്ടുണ്ട്. മറ്റേ നമ്മളെ ഗോവിന്ദാചാര്യ പോലെയുള്ള നേതാക്കന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതേമാതിരി വലിയ നേതാക്കന്മാരൊക്കെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടൊക്കെ. ഇയാളെ അണ്ണാ ഹസാരെക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ വേറെ രാജ്യങ്ങളുടെ ഒരു ബാക്കിംഗ് ആണ് അതൊക്കെ. ഇയാളെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു പുതിയ രാഷ്ട്രീയ മുഖം ഉണ്ടാക്കാൻ വേണ്ടി അയാളെ കൊണ്ട് ചെയ്യിച്ച ചില നാടകങ്ങളാണ് ഇതൊക്കെ. ആ നാടകത്തിന്റെ ബാക്കികൾ തന്നെയായിരുന്നു ഇന്നും ഡൽഹിയിൽ നടക്കുന്ന പല സമരങ്ങൾ. ഇയാളെ പിടിച്ച് ജയിലിലിട്ടപ്പോ പുറം രാജ്യങ്ങൾ, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങൾ, ജർമ്മനി ഉണ്ട് തോന്നുന്നല്ലേ, അങ്ങനെ മൂന്നോ നാലോ രാജ്യങ്ങൾ, ഡെവലപ്പ് കൺട്രീസ് ഒക്കെ. അതെന്താ കാരണം? മോഡിക്ക് കാണുമ്പോ കെട്ടിപ്പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പഴയ ധർമ്മക്കാരുമായിട്ട് അവിടെ പോയിട്ട് പിച്ചച്ചട്ടിയായിട്ട് ഇരുന്ന കാലഘട്ടമല്ല. പാൽപ്പൊടിക്കും അരിക്കും വേണ്ടി ഇരുന്ന കാലഘട്ടം ഒന്നല്ലെന്ന്. ഇന്ന് എന്തൊരു സംഗതിക്കും നമ്മളെ തെരഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട
ദേശത്തിലേക്ക് എത്തിയ ഒരു രാജ്യമാണ്. പണ്ട് നമ്മള് അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി 4 ദിവസം 10 ദിവസമായിട്ടോ പുറത്ത് എവിടെയോ കാത്തു നിന്നിട്ടാണ് വൈറ്റ് ഹൗസിന്റെ അവിടെ പോയി പ്രസിഡന്റിനെ ഒന്ന് കാണാനും സംസാരിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടാറ്. അങ്ങനെയല്ലേ ഒരു സ്ഥലത്ത് നിന്ന് ഈ മോഡിക്കെതിരെ ഉള്ള ഒരു സമരം പുറം രാജ്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പിന്നെ ഈ മനുഷ്യൻ. അങ്ങനെ അയാൾക്കത് ആ നാടകം നല്ലൊരു ഫണ്ട് അയാൾക്ക് ഈ നാടകം നല്ല സംവിധായകനും നല്ല അഭിനേതാവായിട്ടുള്ള ഇയാളും അതിൽ കുറെ നല്ല നല്ല ആൾക്കാരും കുടുങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല ആൾക്കാർ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആ മറ്റേ പോണ്ടിച്ചേരിന്റെ ലെഫ്റ്റനന്റ് ആയിട്ട് നിന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, കിരൺ ബേദി, ബേദിയൊക്കെ വളരെ ഇതായിട്ട് ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു. അവസാനം എണീച്ച് ഓടേണ്ടി വന്നു. അവർക്ക് മനസ്സിലായി ഇത് ശരിയല്ല, ഇയാൾ പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ ജേർണലിസ്റ്റ് ആശുതോഷ്, പിന്നെ ഇയാളെ കള്ളത്തരം മുഴുവൻ അവര് മനസ്സിലാക്കുകയായിരുന്നു. അതൊന്നും ഇത് ശരിയല്ലാത്ത ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അണ്ണാ ഹസാരിയും അത് നിർത്തിയിട്ട് അവിടെ നിന്ന് ഇടിച്ച് ഓടിയതിന്റെ കാരണം തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ഇയാൾ രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നും ഒരു NGO ആയി ഇങ്ങനത്തെ ഈ ഒരു ചെറിയ പിന്നെ അഴിമതി അങ്ങനെയുള്ള ചില സംഗതികൾക്കൊക്കെ വേണ്ടി രാജ്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി നിൽക്കും എന്നാണ് അണ്ണാ ഹസാരി വിശ്വസിച്ചിരുന്നത്. ഇയാൾ വിശ്വസിപ്പിച്ചതും ആ വിശ്വാസത്തിൽ നിന്നും അവസാനം ആ പാവ അണ്ണാ ഹസാരിനെയൊക്കെ പറ്റിച്ച് ഇയാൾ എങ്ങനെയൊക്കെയോ ആൾക്കാർക്ക് കുറെ ഫ്രീ കൊടുക്കുക, കുറെ ഫ്രീ കൊടുക്കും, കറണ്ട് കൊടുക്കും, വെള്ളം കൊടുക്കും, എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിനൊക്കെ ഇല്ല ബാക്കിങ്ങും ഫണ്ടും ഒരു സ്റ്റേറ്റിന് വരുന്ന ടാക്സുകളൊക്കെ എടുത്തിട്ട് ഫ്രീ ആയിട്ട് പല ആൾക്കും കൊടുത്തിട്ടും ആ സ്റ്റേറ്റിന് ഒന്നും പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയത്? അപ്പൊ ഇതിനൊക്കെ ഇല്ല പണം എവിടുന്നൊക്കെയോ വരുന്നുണ്ട്. അതൊരു ചോദ്യം തന്നെയാണ് ശരിക്കും. ഇതിലില്ല പണമൊക്കെ എവിടുന്നോ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു ദൂർത്തും ചെയ്യാത്ത നമ്മളെ പിണറായി വിജയൻ ഇന്നിപ്പോ കിടന്ന ഒഴിയാണ് കിടന്നിട്ട്. ഒന്നിനും പൈസ ഇല്ല, കറണ്ട് കൊടുക്കാനും കഴിയില്ല, വെള്ളം കൊടുക്കാനും കഴിയുന്നില്ല, എന്തെങ്കിലും കുടിക്കാൻ വെള്ളം കുറെ കിറ്റ് കൊടുത്തിരുന്നു അതും ഇല്ല. ഇപ്പൊ ഒന്നുമില്ല ജനങ്ങൾക്ക്. ജനങ്ങൾ കഷ്ടപ്പെട്ടില്ല. എന്നിട്ട് മൂപ്പര് ഫോറിനിൽ പോയിരിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ ഇതൊന്നും ചെയ്യാത്ത അയാൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വേണ്ടാത്ത പണികളൊന്നും ചെയ്തില്ല. എന്താ കറണ്ട് പിടിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ കർണാടകയിൽ ഇവിടെയൊക്കെ ചെയ്യുന്ന എന്താ കറണ്ട് പിടിച്ചോ, 3000 റുപ്യ ഇങ്ങനെ പിടിച്ചോ, 2000 റുപ്യ അങ്ങനെ വാങ്ങിക്കോ, കറണ്ട് ഫ്രീ, ബസ്സിൽ ഫ്രീ ആയിട്ട് പോയിക്കോളാനൊക്കെ പറയുന്ന പല സ്റ്റേറ്റുകളുണ്ട്. അതേമാതിരി തന്നെയാണ് അവിടെയും നടക്കുന്നത് അല്ലേ? എത്രയോ ഹോസ്പിറ്റലുകളിൽ ചെറിയ ചെറിയ ക്ലിനിക്ക്, എന്താ മുല്ല ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഡൽഹിന്റെ തെരുവുകളിലൊക്കെ മൊഹല്ല ക്ലിനിക്ക്. മൊഹല്ല, അത് ഈ മൊഹല്ലന്റെ അർത്ഥം എന്താണ് എനിക്കറിയില്ല, ഹിന്ദി അറിയില്ല. അപ്പൊ എന്താണത് മൊഹല്ല എന്ന് പറയുന്നത്? ഒരു ചെറിയ ലൊക്കാലിറ്റി, ഒരു വാർഡിനെ പല ചെറിയ ചെറിയ ഏരിയ ആയിട്ട് തിരിച്ചിട്ട്. മഹൽ എന്ന് പറയുന്നതിന്റെ മൊഹല്യാക്കിയതായിരിക്കും അല്ലേ? ആയിരിക്കും മഹൽ മൊഹല്യാതായിരിക്കും. അപ്പൊ ഈ മൊഹല്ല ക്ലിനിക്കുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മൊഹല്ല ക്ലിനിക്കൊക്കെ ഫ്രീ. അങ്ങനെ എന്തൊക്കെ സാധനം ഫ്രീ കൊടുക്കുന്നത്? ഫ്രീ കൊടുത്തിട്ട് മനുഷ്യന്മാരെ മടിയന്മാരാക്കിയിട്ട് നമ്മളെ തമിഴ്നാട്ടിൽ ചെയ്യുന്നതാണല്ലോ. 1 ഉറുപ്പ്യക്ക് അരി, 8 എണ്ണക്ക് പരിപ്പ്. അത് സാധുക്കൾക്ക് പാവപ്പെട്ടവർക്കല്ല കൊടുക്കുന്നത്, ആർക്ക് വേണമെങ്കിലും. റേഷൻ കാർഡ് ഇല്ലാതൊക്കെ പോകാതെ ജയലളിത അമ്മേന്റെ ഫോട്ടോ വെച്ച ഫാന്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഇയാളുടെ ബേസിക് ഒരു സംഗതി, അതായത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ആയിരുന്നല്ലോ അതിന്റെ മൂവ്മെന്റ്. പക്ഷെ ഇന്ത്യ അതില് ഇയാള് ശരിക്കും ചെയ്തിട്ടുള്ള ആ ലിക്കർ ഡീൽ ഉണ്ടല്ലോ, ഇപ്പോ മറ്റേ KCRന്റെ മകള് ജയിലിൽ കിടക്കുന്ന ഇയാളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഡീലില്, അതില് വേറെ ഒന്നും നോക്കണ്ട. മുമ്പ് ഒരു കേസ് ലിക്കറില് 333 റുപ്യ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇയാളുടെ പുതിയ ലിക്കർ പോളിസി പ്രകാരം അത് വെറും 33 റുപ്യായി. ഈ 333 വെറും വ്യാപാരിക്ക് 33, ഗവൺമെന്റിന് 333 കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഗതി നേരെ തിരിച്ചിട്ട് ഗവൺമെന്റിന് 33, മറ്റേ വ്യാപാരികൾക്ക് എന്താ പറയാ 333 കിട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് മൂപ്പര് ചെയ്തത്. പക്ഷെ അത് മറ്റേ പിടിക്കപ്പെട്ടപ്പോൾ ഉടനെ അത് വിഡ്രോ ചെയ്തു. എന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുകയാണ്. അതില്ലേ ഞങ്ങൾ അത് പിൻവലിച്ചില്ലേ.
പക്ഷെ എന്താ ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ അത് ഭയങ്കര എന്താ പറയുക, ഡേ ലൈറ്റ് റോബറി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഗതിയാണ് ഇയാൾ ചെയ്തത്. അതായത് കറപ്ഷനെതിരെ ഇത്രയും വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്ന അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ കേസ് അവസാനം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഇയാൾക്കെതിരെ ഉണ്ടാവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഇയാൾ നല്ല വക്കീലിനെ വെച്ച് വാദിച്ച് അത് ഊരിപ്പോവും. പക്ഷെ ഇയാൾ ചെയ്തിട്ടുള്ളത് ഒരു വളരെ ബ്ലേറ്റന്റ് കറപ്ഷനാണ്. അതിനെപ്പറ്റി ഒരു സംശയം ആർക്കും വേണ്ട. അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെയല്ലേ എല്ലാ ടാക്സുകളും ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാ എന്തൊക്കെ റവന്യൂ ഒരു സർക്കാരിന് വരുന്നുണ്ടോ അതിനെ മുഴുവൻ ഇല്ലാതാക്കി എല്ലാം ഓസിയാക്കി എല്ലാം ഫ്രീ ആയിട്ട് പിടിച്ചോന്ന്. അങ്ങനെ അത് പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ ഇയാള് എവിടുന്ന് ഇതിനെ, അതായത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിന്റെങ്കിലും ഒരു എക്കണോമിനെ തകർക്കാൻ വേണ്ടിയിട്ട് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു വക്താവാണ് ഇയാൾ. പലതും വളരെ സംശയാസ്പദമാണ്. ഇയാൾ വളരെ പല വിദേശ രാജ്യങ്ങളുടെയും ഒരു വക്താവാണ് ഇതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾ കാനഡയിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇയാള് സിക്ക് മറ്റേ ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ട്. അതല്ലേ പറഞ്ഞത്. അതെ, അങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഏതോ ഒരാളെ ഒരു ടെററിസ്റ്റിനെ ഞങ്ങള് ജയിലിൽ നിന്ന് വിടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്തു, ഞങ്ങൾ ഇത്ര പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവര്. അപ്പൊ അതൊക്കെ ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് അതിൽ സത്യം ഉണ്ടാവാൻ നല്ല ചാൻസും ഉണ്ട്. ചാൻസ് ഉണ്ട്. ഇയാളൊരു നാട്ടുകള്ളേ, അത്രേ ഉള്ളൂ അയാൾക്ക്. പക്ഷെ കോടതി എന്ന് പറയുന്ന ആ ഒരു നമ്മളെ രാജ്യത്ത് നമുക്ക് ഇന്ന് സാധാരണക്കാരൻ വിശ്വസിക്കുന്ന വലിയൊരു സംഗതിയാണ് നമ്മളെ കോടതി എന്ന് പറഞ്ഞാല്. ആ കോടതി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. കാരണം നമ്മള് സുപ്രീം കോടതി, അതും സുപ്രീം കോടതി ഒരു കീഴ്ക്കോടതിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മറ്റു വേറെ ഒരു കോടതിക്ക് തെറ്റുപറ്റിയാൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ അതിന്റെ മുകളിൽ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇത് ഒരു സ്ഥലവും ഇല്ല. അതിന്റെ അവസാന സ്റ്റെപ്പിലാണ് ഇയാൾക്ക് കൊടുക്കാൻ പാടാത്ത ഒരു ബെയിൽ കൊടുത്തത്. അതും ഞാൻ ഏതോ ഒരു വേറെ ഇതിൽ കേട്ടു, ബെയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ബെയിലിന്റെ ഇയാൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാ പറയുന്നത്. ഇയാള് ആവശ്യപ്പെട്ടത് ഇയാളുടെ കണ്ടൻഷൻ എന്തായിരുന്നു വെച്ചാല് ഇയാളുടെ അറസ്റ്റ് ഇല്ലീഗൽ ആണെന്നായിരുന്നു. ഇയാള് ബെയിലിന് അപേക്ഷിച്ചിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇയാള് ബെയിലിന് അപേക്ഷിച്ചിട്ടില്ല. ഇവര് ആദ്യം ഈ കേസിന്റെ ആദ്യത്തെ ഇതില് ഇവര് പറഞ്ഞു ഞങ്ങളിങ്ങനെ ബെയിൽ വി വിൽ കൺസിഡർ ബെയിൽ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഇല്ല, ഞാൻ ബെയിലിന് അപേക്ഷിച്ചിട്ടില്ല, എന്റെ അറസ്റ്റ് ഇല്ലീഗൽ ആണ് എന്നതാണ് എന്റെ സ്റ്റാൻഡ് എന്നാണ് അഭിഷേക് മനു സിംഗ്വി ഇയാളുടെ വക്കീല് വാദിച്ചത്. ഒരു സ്റ്റേജിൽ ഇയാൾ ബെയിലിന് ശ്രമിച്ചിട്ടില്ല. ഇയാൾക്ക് ഈ അറസ്റ്റ് ഇല്ലീഗൽ ആണ് എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് ഡിക്ലെയർ ചെയ്യിച്ചിട്ട് അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടാക്കുക. അതായത് ഇത് പിന്നെ എല്ലാവർക്കും ഊരി പോവാം സുഖമായിട്ട്. അതുപോലത്തെ അങ്ങനത്തെ ഒരു സംഗതിക്ക് ഒരു ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ കോടതി എന്തോ ഭാഗ്യത്തിന് ആ ട്രാപ്പിൽ വീണില്ല. പക്ഷെ ഇപ്പൊ ചെയ്തത് അതിലേറെ കുഴപ്പം പിടിച്ച സംഗതി. അങ്ങനെ കിടക്കുന്ന പല ആൾക്കാർക്കും ഇതിന്റെ പേരിൽ കൊടുക്കും. പക്ഷെ അതും എഴുതിയിട്ടുണ്ടെന്നാ പറയുന്ന കോടതി. അല്ല, അതല്ലേ ഒരേ കോടതി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോ രാജിവെച്ചിട്ടുള്ള ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ബെയിൽ നിഷേധിക്കുന്നു. കേജ്രിവാളിന് കിട്ടുന്നു. അപ്പൊ കേജ്രിവാളിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. അമിത്ഷാ പറഞ്ഞത് ശരി തന്നെയാണ്. ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വരാനില്ല. കാരണം എന്താണെന്നുള്ളത് ഈ ഇന്ത്യ ഗവൺമെന്റ് ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്താണ് അതിന്റെ കാരണം എന്നുള്ളതിന്റെ. കാരണം അതൊരു വല്ലാത്തൊരു ഇതല്ലേ. ഇതിനെപ്പറ്റിയൊക്കെ വളരെ അവേറാണ്. നമുക്ക് ഈ കോടതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ പറയുന്നത്, നമ്മളെ സാധാരണക്കാരന്റെ അവസാന അത്താണിയുള്ളത് അല്ലേ. ഇന്ന് പിന്നെ ഭരിക്കുന്ന സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് ജനങ്ങളെ കൂടെ കൊണ്ട് വലിയ പ്രശ്നമില്ല. അതുകൂടി ഇല്ലാത്ത ഒരുത്തന്റെ ഒരു അവസാന അത്താണിയാണ് നമ്മളെ ജനാധിപത്യത്തിന്റെ 4 പില്ലറില് ഒരു പില്ലറാണല്ലോ ഈ കോടതി എന്ന് പറയുന്നത് അല്ലേ. ഒരു തൂണാണത്. ഇന്ന് നമ്മളെ പത്രക്കാരൊന്ന് ഇത് ഒന്ന് എക്സിക്യൂട്ടീവ് ആൻഡ് പിന്നെ പൊളിറ്റിക്കൽ ജനങ്ങൾ. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഒരു തൂണാണ്. ആ തൂണിൽ നിന്നാണ് ഇതിന് ചെറിയൊരു ചെരിവ് വരുന്നത് അല്ലേ ശരിക്കും. പിന്നെ ഇയാള് വേറൊരു സംഗതി, ഇയാളുടെ വേറൊരു കേസ് ഇതുപോലെ ഇയാള് ഭയങ്കര ഈ ഫണ്ട് കിട്ടുന്നില്ല മറ്റേന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് അവിടുത്തെ ഡൽഹി ഹൈക്കോടതിന്റെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അതെന്തായിരുന്നത്? ആപ്പ് ഗവൺമെന്റ് എത്ര
അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് എത്ര ചെലവാക്കി എന്നുള്ളതിന്റെ ഒരു കണക്ക്. ആ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ തിരിച്ചു വന്ന് കോടതി ചോദിച്ചാൽ ശരിക്കുള്ള ഫിഗറിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ആ. 1600 കോടിയായിട്ടാണ് ചെലവാക്കിയിട്ടുള്ളത്. അപ്പൊ കോടതി പറഞ്ഞു ഈ 1600 കോടി ചെലവാക്കാൻ മാത്രം ഒരു സിറ്റി ഗവൺമെന്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ, ഒരു സ്റ്റേറ്റും കൂടി അല്ല. സ്റ്റേറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ആകെ ഉള്ളത് ഒരു സിറ്റി, ഒരു മെട്രോ സിറ്റിയാണ് ഇപ്പോൾ ആകെ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് 1600 കോടി അഡ്വർടൈസ്മെന്റിന് ചെലവാക്കാൻ മാത്രം എന്ത് മഹത്തായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തതെന്ന് വെച്ചു കോടതി. എന്നിട്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയുന്ന ഈ സംഗതിക്ക് സുഖമായിട്ട് നടത്തായിരുന്നല്ലോ, ഇത് കൂടാതെ വേറെയും പലതും ചെയ്യായിരുന്നല്ലോ, ഇതിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിരുന്നെങ്കിൽ എന്നുകൂടി പറഞ്ഞു. അയാളെ ഇത് പത്രക്കാരെ ഇയാൾ എങ്ങനെ ഇതാക്കിച്ചാൽ സകല TV ചാനലിലും സകല പത്രങ്ങളിലും ഇയാളുടെ അഡ്വർടൈസ്മെന്റ് ആണ്. കോടികളുടെ കേജ്രിവാൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വർടൈസേഴ്സ് ഇൻ ഇന്ത്യ ഈ ഇതില് എമംഗ് പൊളിറ്റീഷ്യൻസ്. ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് പല ചാനലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ കെജ്രിവാൾ വന്നു, ഇനി മോഡി കഴിഞ്ഞ്, മോഡി എല്ലാം തകർന്ന തരിപ്പണമായിട്ട് മൂലക്കായി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇയാളെ ഒരു 10 ഇന പരിപാടികളും, ഏത് ഗ്യാരണ്ടി, മോഡി ഗ്യാരണ്ടിനെക്കാട്ടും അപ്പുറം വെച്ചിട്ടുള്ള ഒരു ഗ്യാരണ്ടി വരെ കോൺഗ്രസിനോ അല്ല ഇന്ത്യ എന്താണ് അതിന്റെ സാധനം, ഇന്ത്യ പിന്നെ അലയൻസിന് വരെ, ഇന്ത്യ അലയൻസ്, ആ അലയൻസിന് വരെ അത് പറയാൻ കഴിഞ്ഞു. കാരണം ഇന്ത്യ എന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു നാണക്കേട് തോന്നുകയാണ്. ആ ഒരു സ്പെല്ലിന് ഇന്ത്യക്ക് ഒരു അപമാനമല്ലത് ആ ഒരു അലയൻസ് എന്ന് പറയുന്നത്. അങ്ങനല്ലേ ആ സാധനം, ഈ സാധനങ്ങൾ. അത് മാത്രമല്ല, ഈ ഇന്ത്യ അലയൻസ് ഉള്ള സാധനം ഇയാള് ശരിക്കും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല. അത് കോൺഗ്രസിനെ ശരിക്കും ഇയാളിപ്പോ ഈ ഡൽഹിയിലെ കഥ പറയാത്ത, പഞ്ചാബില് ശരിക്ക് ഒരു അലയൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ. ഡൽഹിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഡൽഹിയിലെ കോൺഗ്രസ്സുകാരൻ, അതായത് ഡൽഹിയിലെ കോൺഗ്രസിലെ അന്നത്തെ പ്രമുഖ ലീഡേഴ്സിനെ മുഴുവൻ ജയിലിൽ അയക്കുന്ന വാക്ക് കൊടുത്തിട്ടാണ് ഇയാള് ഈ കേജ്രിവാൾ അധികാരത്തിൽ വരുന്നത്. അതേ ആളുമായിട്ട് കൈ ഓർക്കാൻ അവിടുത്തെ മറ്റേ ഡൽഹി കോൺഗ്രസ് നേതാക്കൾക്ക് നല്ല ജാള്യത ഉണ്ട്. ഇയാൾക്കും അറിയാം അങ്ങനെ ഉണ്ടാവുന്നുള്ളത്, ഇയാൾക്കും അത് നല്ലോണം അറിയാം. അപ്പൊ എന്താ വെച്ചാൽ ഈ ഇലക്ഷനോട് കൂടി കോൺഗ്രസിന്റെ എന്തെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ട് അവിടുത്തെ നേതാക്കൾക്ക് അതുകൊണ്ടാണല്ലോ പഞ്ചാബിൽ സമ്മതിച്ചില്ല, പക്ഷെ എഗെയിൻ പോയിട്ട് ഹരിയാനയിൽ സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ ഇതിന്റെയൊക്കെ അവസാനം സ്റ്റേറ്റ് പ്രസിഡന്റ് രാജിവെച്ചിട്ട് പോകേണ്ടി വന്നത്. കാരണം ഇവരാണ്, ഈ കോൺഗ്രസ്സുകാരാണ് ഈ പിന്നെ ലിക്കർ എലിഗേഷൻ തന്നെ ഇയാളെ പേരിൽ കൊണ്ടുവന്നത്. പിന്നെ കൊണ്ടുവന്നവർക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ മഹാൻ പ്രധാനമന്ത്രി ആവാൻ വേണ്ടി ടൗസറൊക്കെ അടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, കാണാനൊന്നും പോയിട്ടോ. അത് മനസ്സിലായില്ല ആളെ. ആ ഷർട്ടും കുപ്പായൊക്കെ ഉണ്ടല്ലോ, ഒരു നല്ല സുഖമായി. പിന്നെ അപ്പൊ അയാള് പോയിട്ടില്ല, കാര്യം ചെയ്തിട്ടുണ്ട്. അയാൾക്കറിയാം ഇത് പോയിട്ടുണ്ടെങ്കിൽ അതാരോ ഒരു ബുദ്ധിപൂർവ്വം പറഞ്ഞു കൊടുത്തിന്. കാരണം പഴയ വയസ്സന്മാരൊക്കെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ ഒരാരോ പറഞ്ഞു കൊടുത്തിന് ഉണ്ടാകുന്നില്ല. അതാരോ അയാൾക്ക് പോയിട്ടൊരു കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് മറ്റേ ഒളിമ്പിക്സ് അവാർഡ് മറ്റേത് കിട്ടി വരികയാണല്ലോ, സ്വർണ്ണ മെഡല്. സ്വർണ്ണ മെഡൽ കിട്ടി വരികയല്ലേ. ഭാര്യ മാലയൊക്കെ കയറ്റുന്ന തളിയൊക്കെ വെച്ചിട്ട് കയറ്റുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. 2-3 സ്വർണവും 2-3 വെള്ളിയൊക്കെ ഒളിമ്പിക്സ്. ഇവരെങ്ങനെയൊക്കെയോ അവരുടെ പത്ര സുഹൃത്തുക്കളെയൊക്കെ പിടിച്ചിട്ടും ഒക്കെ എങ്ങനെയെങ്കിലും കുറച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ ഒന്ന് ടിവിയിൽ ഒന്ന് കുറച്ചൊരു കവറേജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന സമയം ഇയാൾ ഈ പുറത്തു വന്നിട്ട് ഒരു 2 ദിവസം മീഡിയ അങ്ങോട്ട് ആഘോഷിച്ചു ഇയാളെ. അതില് മറ്റേ രാഹുൽ ഗാന്ധിന്റെ ഇതും മറന്നുപോയി എല്ലാരും, പ്രിയങ്ക ഗാന്ധിനെ പറ്റി ആരും പറയുന്നില്ല. പിന്നെ ആകെ ഒരു ഇതിലായിപ്പോയി. അത് ഇവർക്കൊരു വലിയ അടി. നിങ്ങൾ പറഞ്ഞപ്പോ MP-ന്റെ കഥയുണ്ടല്ലോ, ആ MP-നെ തല്ലുന്ന ഒരു സീൻ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇപ്പൊ പല ഈ മറ്റേ ഡീപ് ഫേക്ക് ഒക്കെ വരുന്നോണ്ട് നമുക്കത് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അറ്റ് എ ഗ്ലാൻസ് ഒതന്റിക് വീഡിയോ മാതിരി തന്നെ ഉണ്ട്, ശരിക്കുള്ള വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതില് വേറെ രസമുണ്ട്. ആപ്പിന്റെ സഞ്ജയ് സിംഗ് പറഞ്ഞത് ഇങ്ങനെ അവരോട് അപമര്യാദയായി പെരുമാറിയെന്ന് അങ്ങനെ സമ്മതിച്ചു. കേജ്രിവാളിന്റെ PA സ്വാതി മലിവാളിനോട് അപമര്യാദയായിട്ട് പെരുമാറിയും സമ്മതിച്ചു. പക്ഷേ ഈ വീഡിയോ സത്യമാണെങ്കിൽ അവരെ ശരിക്ക് കൈവച്ചിട്ടുണ്ട്, മുട്ടി പിടിച്ച് വലിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ആ സ്ത്രീന്റെ മാതിരി തോന്നുന്നില്ല, അല്ലേ? ആ ഒരു രൂപസാദർശ്യത്തിലേ ആണോ അത്? നമുക്കത് അതിന്റെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അതിന്റെ ആധികാരികത നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല.
കാരണം ഇന്നത്തെ ഇലക്ഷൻ സമയമാണ്. ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ആര് വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതെ അതെ അപ്പൊ അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അല്ല, പറയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്, ഇയാൾ ഈ കോൺഗ്രസുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ BJP തോൽപ്പിക്കാന്നുള്ള രീതിയിലൊക്കെ ഇതാക്കുന്നുണ്ടല്ലോ. ഈ കനയ്യകുമാറിനെയൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ. പക്ഷേ BJPക്ക് അവിടെ ലോക്സഭാ ഇലക്ഷനിൽ കിട്ടുന്ന വോട്ടിന്റെ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഡൽഹിയിലെ 7 സീറ്റില് അധിക പക്ഷം 7 അല്ലെങ്കിൽ 6 സീറ്റ് ഉറപ്പാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇയാള് ഇതൊക്കെ ഈ പറഞ്ഞ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ മറ്റേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡ് ചെയ്ത് എന്തായിരുന്നു വെച്ചാല്, ഈ നമ്മുടെ മറ്റേ ഏതോ ഒരു TV ചാനലിൽ ഒരു അതായത് വളരെ ലീഡിംഗ് ഒരു TV ചാനൽ ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ കുറെ ചോദ്യങ്ങൾ ഈ കേജ്രിവാളിന്റെ അറസ്റ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇയാൾ കറപ്റ്റ് ആണ്, ഇയാൾ മറ്റേ ലിക്കർ സ്കാമിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത്. അതില് രാജ്യവ്യാപകമായിട്ടുള്ള ഫിഗറിനെക്കാളും 10% കൂടുതൽ ഡൽഹിക്കാർ വിശ്വസിക്കുന്നത് ഈ ലിക്കർ ഡീലില് ഒരു വലിയൊരു അഴിമതി നടന്നു എന്നും കേജ്രിവാൾ അതില് 100% ഇൻവോൾവ് ആണ് എന്നും അവര് ശരിക്കും നേരെ തിരിച്ചാ വേണ്ടത്. കാരണം ഇയാൾ ഇങ്ങനെ ഭയങ്കര ഫ്രീ ബീസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വാഴുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ. പക്ഷെ ഡൽഹിയില് ആ പോള് നടത്തിയപ്പോൾ ഡൽഹിയില് അതിന്റെ ആ സർവേയിൽ കണ്ടത് ഡൽഹിക്കാര് ഒരു 10%, നാഷണൽ ആവറേജിനെക്കാളും 10% കൂടുതൽ കേജ്രിവാൾ കറപ്റ്റാണ്. കാരണം അപ്പൊ അവർക്ക് അവരുടെ മുന്നിൽ നടക്കുന്ന സംഗതികൾ അവർ അറിയുന്നുണ്ട്. അതിനെ ഇയാളിനി എന്ത് ചെയ്ത് മറച്ചാലും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ എഫക്ട് വന്നു കഴിഞ്ഞു. ആ എഫക്ട് ഏതായാലും നമ്മൾ കാണാൻ പോകുന്ന ഒരു പൂരാണല്ലോ. അതെ. അല്ല, ഇയാളുടെ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് ഇനിയുണ്ടല്ലോ. ഡൽഹി ഇലക്ഷൻ ആവുന്നേ ഉള്ളൂ. ഡൽഹി ഇലക്ഷൻ അത് കഴിഞ്ഞ് ഊപ്പരിപ്പ് ഹരിയാനയൊക്കെ കഴിഞ്ഞ് വേറെ പഞ്ചാബിൽ പോകും. അവിടെ ഇവിടെ ഒക്കെ ചാടി നടന്ന് കുറച്ച് നടക്കും. അതുകൊണ്ടൊന്നും വലിയൊരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ വേറൊരു സംഗതി പണ്ടൊക്കെ പക്ഷെ നമ്മളെ പത്രങ്ങളുടെ പേരിൽ ചിലരൊക്കെ നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ടൊക്കെ ആപ്പിന്റെ ഒക്കെ സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി ക്യൂ ആയിരുന്നു. അതെ അതെ, രാജ്യത്തെമ്പാടും. ഗോവ, ബാംഗ്ലൂര്, പിന്നെ കേരളത്തിൽ വരെ ആപ്പിന്റെ നേതാക്കന്മാരുണ്ടല്ലോ. ഇപ്പൊ പക്ഷെ ഈ ഇലക്ഷനില് ആപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് എവിടെയും ഒരു ബഹളവും ഇല്ല. പിന്നെ ഈ രാജ്യസഭാ MPs പലരും ആപ്പ് നേതൃത്വമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ്. അത് വളരെ ക്ലിയർ ആണ്. ഇപ്പൊ ഈ രാജീവ് ചഡ്ഡയുടെ പേരിൽ പോലും ചില സംശയങ്ങൾ പറയുന്നുണ്ട്. ഇയാൾ അവിടെ പോയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാലും ഒരു പ്രസ്താവനയൊക്കെ നടത്താറോ ഒന്നും മിണ്ടിയിട്ടില്ല അയാൾ. അപ്പൊ അങ്ങനെ ചിലപ്പോ ഇന്നിപ്പോ വേറെ രാജ്യസഭ MP അവിടെ CM-ന്റെ അവിടെ വെച്ചിട്ട് ആക്രമിക്കുന്നു. പിന്നെ പഞ്ചാബിലെ ഇവരെ ടിക്കറ്റില് മറ്റേ ജയിച്ച ആൾക്കാര് ഒന്നായിട്ട് ആ ടിക്കറ്റ് കൊടുത്തവരൊന്നും ഈ ആപ്പ് ആക്ടിവിസ്റ്റ് അല്ല. സാധാരണ അവിടെയുള്ള മറ്റേ നേതാക്കന്മാരുടെ ഇടയിൽ ഭയങ്കര പുഷപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പുറമെ നിന്നുള്ള ആൾക്കാരെ വിളിച്ച് ടിക്കറ്റ് കൊടുക്കണം. ഇനി അതിലും വല്ല കള്ളത്തരുണ്ടോ എന്ന് നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. ഇയാൾ പലതും ഇയാൾ ചെയ്യുന്ന മുഴുവൻ കള്ളനാ. ഇയാൾക്ക് ആരാണ് IAS ഒന്ന് കൊടുത്തത് മനസ്സിലാകും. ഇയാളൊരു IAS അല്ലേ? IRS ഇന്ത്യൻ റവന്യൂ സർവീസ്. അതായത് റവന്യൂ അടിച്ചു മാറ്റാനില്ല പ്രത്യേക തരത്തിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയോണ്ട് ഇറങ്ങിയതായി. വീട്ടിലൊരു ഇയാൾക്ക് എല്ലാം അറിയാം. ഇയാൾക്ക് ഈ സംഗതികള് ഇന്നർ വർക്കിംഗ്സ് മുഴുവൻ അറിയാം. ബ്യൂറോക്രസിയുടെ അത് വേണ്ട പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആൾക്കറിയാം. ഈ കേസ് പോലും ബെയിൽ അപ്ലിക്കേഷൻ പോലും ഒരു ബെയിൽ അപ്ലിക്കേഷൻ വക്കീലിന് ഇയാള് പറഞ്ഞു കൊടുത്താവാനാ ചാൻസ്. അല്ല, ബെയിൽ അപ്ലിക്കേഷനേ ഇല്ല. അതാണല്ലോ അതിന്റെ രസം. പക്ഷെ ബെയിൽ കിട്ടി. There is no bail application. പക്ഷെ interim bail was granted. അല്ല, ഞാൻ പറയാം, ആ കേസിൽ പോലും ഈ പ്രഗത്ഭനായ വക്കീലിന് പോലും ഇങ്ങനത്തെ ഒരു കുബുദ്ധി ഒരുപക്ഷെ ഉപദേശിച്ചു കൊടുത്തത് കേജ്രിവാൾ ആവാനാണ് ചാൻസ്. ഏതായാലും ഒരു കാര്യമുണ്ട്, മറ്റേ നരേന്ദ്രമോദി വൻ വിജയം ആഘോഷിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്നെയൊക്കെ പിടിച്ച് ജയിലിലിട്ടതിനെ കൊണ്ടാണ് ജയിച്ചതെന്ന്. കാരണം ബെയിലിട്ടിട്ട് പുറത്താണല്ലോ ഇല്ലത്. ജയിലിലെ ആൾക്കാർ ചിലപ്പോ ഒന്ന് TV-യിൽ കാണാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കായിരിക്കും. ഇയാൾക്ക് മറ്റേ ഇയാള് പുറത്തുണ്ടല്ലോ, അല്ലെങ്കിൽ പറയല്ലോ അയാൾ ഡിക്റ്റേറ്റർ ആയിക്കൊണ്ട് ഇന്നൊക്കെ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ടാണ് അയാൾക്ക് വിജയം ഉണ്ടായത്. ഇതാ പുറത്തിറങ്ങി പ്രസംഗിക്കുന്ന എല്ലാ സൗകര്യമാണല്ലോ കോടതി കൊടുത്തിട്ടില്ലേ. അതൊരു ഉപകാരമായ സംശയം ഉണ്ട്. അങ്ങനെ പറയും, നേതാക്കന്മാരൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് മെയിൻ നേതാവായ ഇന്ത്യ ഇതിന്റെ നേതാവിനെ പിടിച്ചിട്ട് ജയിലിട്ട് പിന്നെ
പഴയ അടിയന്തരാവസ്ഥ കാലഘട്ടം. അതല്ല, ആരോ ഒരാള് ഇന്നിപ്പോ ആരോ മറ്റേ ആ. ആരോ ഇപ്പൊ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഇയാള് ഈ വലിയ രാജ്യത്തിന് മുഴുവൻ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, മറ്റേ ഇതായി കഴിഞ്ഞാല് 26 സീറ്റിലൊക്കെയാണ് ആകെ മത്സരിക്കുന്നത്. എന്നിട്ട് എന്താ പക്ഷെ ചെയ്യുക? സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ മൂപ്പര് 260 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് സംസാരിക്കുന്ന പോലെയാണ്. അല്ല, ഭരിക്കണമെങ്കിൽ ഒരു 272 വേണ്ട, എന്നാലും ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. അതന്നെ അല്ല, അതിന്റെ 26 നിൽക്കുമ്പോ ഇതാണ് ഭാവം. ഒരു 10% പോലും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഇങ്ങനെ. ഭയങ്കര സംഭവങ്ങളല്ലേ പറയുന്നത്. വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ഒരു ചീഫ് മിനിസ്റ്റർക്ക് അല്ല, പ്രധാനമന്ത്രിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന സംഗതികളൊക്കെയാണ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. കാരണം നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്ത് വേണം പറയാം. ഒരിക്കലും അതെ, എന്ത് വേണമെങ്കിലും പറയാം. എന്തും വേണമെങ്കിലും പറയാലോ. അത് ഒരു എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോലില്ല. ജയിച്ചാലല്ലേ തരാൻ പറ്റുള്ളൂ എന്ന് പറയാലോ ജനങ്ങളോട്. അവിടെ ഇയാളോട് ചോദിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഈ ആപ്പ് എന്നും പറഞ്ഞ് ഈ പിടിച്ച് നടക്കുന്നവനെ ആ ചൂല് തന്നെ മടക്കിയിട്ട് ഓരോന്ന് കൈകാര്യം സ്ഥിതിയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ആ ചൂലും കാര്യമല്ല, ഇയാളെയൊക്കെ വിശ്വസിച്ചിട്ട് നടക്കുന്ന, അതൊക്കെ എനിക്ക് തോന്നുന്ന ഫണ്ടഡ് ആയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് നടത്തുന്നതായിരിക്കും. അല്ലാണ്ട് കുറെ ഈ മറ്റെന്താ പറയാ, ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി പൊളിറ്റിക്സിനെ സമീപിച്ച കുറെ ആൾക്കാര് ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി, അവര് തിരിച്ചുപോയി. കുറെ നിഷ്കളങ്കരായ നല്ല ഹൃദയല്ലേ കുറെ ആൾക്കാർ. അന്ന് വേറെ ഒരു സ്ഥലമില്ലേന് പോവാൻ. ഈ കോൺഗ്രസിന്റെ വൃത്തികെട്ട പരിപാടികൾ കണ്ടിട്ട് മടുത്തിട്ട് പോയതാ. അപ്പൊ അതിൽ നിന്ന് അവർക്ക് ഇന്നിപ്പോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ ചൂല് കയ്യിലുണ്ടല്ലോ, ഇത് വെക്കാൻ പറ്റണ്ടേ, ഏതൊരു മൂല കിട്ടുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. അത് കിട്ടിയിട്ടുണ്ട് എവിടെയും വെക്കാനോ. അങ്ങനെയാണ് അതിന്റെ സ്ഥിതി. ഇതിനു മുമ്പ് എപ്പോഴോ ഒരു ഇതിൽ കണ്ടിരുന്നു, ഒരു വീഡിയോയില് ഒരു ചെറിയ പയ്യൻ ഇങ്ങനെ കേറിയിട്ട് ഇയാളെ മുഖത്ത് 2 എണ്ണം കൊടുക്കുന്നത് അയാളൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മടുത്തിട്ട് അവസാനം അയാൾ ആ ജീപ്പിന്റെ മേലെ കയറിയിട്ട് ഇയാൾ ഭയങ്കര ഇങ്ങനെ ടാറ്റയൊക്കെ അടിച്ചു പോവുകയാണ്. അപ്പോഴാണ് പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. മഷിയിൽ ഒഴിച്ചിട്ട് പണ്ട് പിന്നെ മഷി ഒഴിച്ചിട്ട് ഓടിച്ചിട്ടുണ്ട്. എന്നാലും മൂപ്പർ എങ്ങനെയെങ്കിലും ഇതൊരു ഇതാണല്ലോ, ഒരു ജോലിയാണല്ലോ അയാൾ ചെയ്യുന്നത്. അല്ലാണ്ട് അയാള് രാജ്യത്തിനോട് സ്നേഹം ഉണ്ടായിട്ട് ചെയ്യുന്ന പരിപാടികളല്ലല്ലോ. മറ്റേ മൂപ്പര ചീഫ് മിനിസ്റ്റേഴ്സ് ബംഗ്ലോ മറ്റേ റെനോവേറ്റ് ചെയ്ത് 100 കണക്കിന് കോടി ഉറുപ്പില്ല അതിനു വേണ്ടി ചെലവാക്കി. ഇതൊക്കെ സഹിക്കാൻ ഒരു ജനങ്ങൾ ഇത് ഗതികേട് നോക്കുകയാണ്. നരേന്ദ്രമോദി ഇതിനൊക്കെ എതിരെ. അതാണ് രസം. ബാക്കി രാഷ്ട്രീയക്കാരൻ ആരും ഇത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടല്ല പോകുന്നത്. പക്ഷെ ഇത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്, എന്നിട്ട് അവസാനം ചെയ്യുന്നത്. നേരെ 2 ബംഗ്ലോ, ഈ ബംഗ്ലോ ഇത് റെനോവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന 2 ബംഗ്ലോ പൊളിച്ചിട്ട് ആ സ്ഥലം മുഴുവൻ എടുത്തിട്ടാണ് വിശാലമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയത്. അവിടുത്തെ ഒരു മറ്റേ ടോയ്ലറ്റ് ഫിറ്റിംഗ്സ്, സാനിറ്ററി ഫിറ്റിംഗ്സും ടോയ്ലറ്റ് മാത്രം എത്രയോ ലക്ഷം ഉറുപ്പിയാണ്. പണ്ട് എവിടെയോ ഒന്നുണ്ടായിരുന്നല്ലോ, എവിടെയായിരുന്നത്, പിന്നെ ടൈംസ് നൗ ആണ് അത് ബ്രേക്ക് ചെയ്തത്. അല്ല, വേറെ ഏതോ ഒരു സ്ഥലത്ത് മറ്റേ സ്വർണത്തിന്റെ ക്ലോസറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലേ, തെറ്റിപ്പോയി. അതിനെന്തോ ഒരു രാജ്യത്ത് അയാൾ കംപ്ലീറ്റ് പിന്നെ അയാളെ അടിച്ച് ജനങ്ങൾ പുറത്താക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇയാൾ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചതെന്ന്. അതേ മാറ്റത്ത് ഒരു വിപ്ലവം എവിടെയും വരുന്നില്ല കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെടുത്ത് വലിച്ചെറിയും, എറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ അവസാനം തുടങ്ങും ഈ ഇലക്ഷൻ തോൽവി അവിടെ ഡൽഹി കെടാൻ പോകുന്ന ഒരു വിളക്കിന്റെ ആളിക്കത്തൽ എന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ. ഒന്ന് അതുപോലത്തെയാണ് ഇപ്പൊ പലരും. അയാൾ മാത്രമല്ല, അതുപോലെ വേറെയും മുന്നില് ചിലരൊക്കെ അതുപോലെ പെരുമാറുന്നുണ്ട്. ഉണ്ട്, അത് ഒരുപാടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഒക്കെ അങ്ങനെ തന്നെയാണുള്ള സ്ഥിതി ഇല്ലത്. അതിന്റെ അവസാനം നമ്മളെ നാട്ടിലുണ്ടെന്ന് അറിയാം. നമ്മളെ നാട്ടിലും ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പെരുമാറുന്ന ചിലർ അവിടെയുണ്ട്. അതാണല്ലോ ഇയാള് പറയുന്നത്. ജനങ്ങൾക്ക് വെറുത്തിട്ടുണ്ട്, ജനങ്ങളെ മുകളിൽ എന്തൊക്കെ ഉപദ്രവം ചെയ്യാൻ ഇതുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആലോചിച്ചു. എന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞത് കേട്ടിട്ടില്ലേ? അതായത് എന്താണ്, ബ്രിട്ടാസോ വലിയ ബുദ്ധിമാനാ.
വലിയ ബുദ്ധി നടിച്ച് നടക്കുന്ന ബുദ്ധി ഇല്ലാത്തൊരുത്തനാണെന്ന് എനിക്ക് തോന്നുന്നത്. അയാള് ഇന്നലത്തെ പറഞ്ഞതാണ്, കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ പിന്നെയും 2 മടങ്ങ് മൂർച്ചയോട് കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാ പറയുന്നത്. എന്ത് മൂർച്ച? എന്തായാലും ഇറങ്ങിയ ജയിലിൽ നിന്നല്ലേ, വെറും തോന്നലാണ്, അല്ലാണ്ട് വലിയ കൊട്ടാരത്തിൽ നിന്നൊന്നല്ലല്ലോ. അപ്പൊ ഏതായാലും നമുക്ക് കാണാം. വേറൊരു സംഗതി ശ്രദ്ധിച്ചോ, അപ്പൊ ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾ ഇനി എവിടെയും കണ്ടോന്ന് അറിയില്ല, കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അതിനെപ്പറ്റി ഒരു ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല അതുവരെ. അത് ശ്രദ്ധിച്ചിരുന്നു. പറയാൻ ഇവര് ഇന്ത്യ അലയൻസിന്റെ എല്ലാരും ഭയങ്കര അലയൻസ് പാർട്ട്നേഴ്സ് അല്ലേ, അതിൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് നേതാവല്ലേ കേജ്രിവാൾ, ഒന്നും പറഞ്ഞിട്ടില്ല. ദേശം ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പിന്നെ അവര് പറയാണ്ടിരിക്കുന്നത്. സാധാരണ പൊട്ടത്തരം കോൺഗ്രസിനെയാണ് നല്ലോണം ബാധിക്കാൻ പോകുന്നത്. ഹരിയാനയിലായാലും പഞ്ചാബിലായാലും കോൺഗ്രസിനാണ് BJP-ന്റെ വോട്ടല്ല പോകുന്നത്, കോൺഗ്രസിന്റെ വോട്ടാണ് ഇയാള് അടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കാൻ നോക്കുന്നത്. ഏതായാലും നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കുക, കാണാൻ പോകുന്ന പൂരല്ലേ. ഇയാൾ കഴിഞ്ഞിട്ടില്ല, ഇയാൾ ഉണ്ടാവും, ഇലക്ഷൻ മുമ്പ് ഇയാള് കുറെ സ്റ്റണ്ടൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ പക്ഷെ ജനങ്ങളുടെ അടുത്ത് ഇനി ചിലവ്